Good morning. Good morning. Response. Good morning. Huda, good morning. Huda Shamsuddin. Good morning. Ashwin, good morning. Ashwan Danish. അശ്വന്തിനോട് ഞാനെന്തോ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ, എന്തോ എഴുതി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതുവരെ കാണിച്ചിട്ടില്ല. കീർത്തന ലക്ഷ്മി, ഗുഡ് മോർണിംഗ്. Good morning, sir. ഗുഡ് മോർണിംഗ്. ആഷിഖ് കെ വി. ഗുഡ് മോർണിംഗ് സാർ. നീ എവിടെയാണ്? വേറെ തിയേറ്ററിലാണോ? നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. എന്ത് സംഭവം? അത് താഴ്ന്ന കുട്ടി പെങ്ങളെ കുട്ടി ടി വി ആണെന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഷിബിലി, രണ്ട് ഷബീബ് ഉണ്ടല്ലോ, അപ്പൊ അതിലൊന്ന് ഷിബിലി ആയിരിക്കും. അത് പറഞ്ഞു. ഷിബിലി ഇല്ലേ ക്ലാസ്സിൽ? എന്നാ ഷബീബ് ആരെങ്കിലും ഉണ്ടോ? അവിടെ ഉണ്ട്, നോക്കിയാണ്. സോ നമ്മള് ഫിഫ്ത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ ലേസറിന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തു. സോ ഇനി നമ്മൾ ലേസറിന്റെ എന്താണ് ലേസർ എന്ന് പഠിച്ചു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നന്ദന പ്രദീപ്, ദ ലേസറിന്റെ ഫുൾ ഫോം എന്താ? വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് ലേസർ? Light amplification by stimulated emission of radiation. ആണ് ലേസറിന്റെ ഫുൾ ഫോം. സ്വരാഗ്, എന്താ ലേസർ എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ എ ലേസർ? വാട്ട് ഈസ് എ ലേസർ? സ്വരാഗ്, വാട്ട് ഈസ് ലേസർ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ലേസർ എന്നറിയാതെ നമ്മൾ അങ്ങോട്ട് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ഫുൾ ഫോം അറിയാം. സോ വാട്ട് ഈസ് ലേസർ? സ്വരാഗ്, what is laser that amplifies light? ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യാൻ. ശരി, ആംപ്ലിഫിക്കേഷൻ മാത്രമല്ല. റിയ സതീശൻ, what is laser? സർ അറിയില്ല. ആഷ്ന, ലേസറിന്റെ ഒരു 5 പ്രോപ്പർട്ടീസ് പറ. യുണീക് പ്രോപ്പർട്ടീസ് ഓഫ് 5 യുണീക് പ്രോപ്പർട്ടീസ് ഓഫ് ലേസർ. ബാക്കി ലൈറ്റ് സോഴ്സുകളേക്കാൾ ഡിഫറെന്റ് ആയിട്ട് ലേസറിന് മാത്രമുള്ള 5 യുണീക് പ്രോപ്പർട്ടീസ്. Directionality, monochromaticity, coherence, high intensity, focusing and collimating property. So what is monochromaticity? Monochromaticity എന്ന് പറഞ്ഞാൽ എന്താ? കാവ്യ, what do you mean by monochromaticity? Sir. The monochromaticity എന്ന് പറഞ്ഞാൽ what do you mean by that? ലേസറിന്റെ ഒരു പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. So what do you mean by monochromaticity? Laser beam is highly monochromatic. ഹൈലി മോണോക്രോമാറ്റിക് ആണ്. എന്താ മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ അർത്ഥം? വാട്ട് യു മീൻ ബൈ? അതാ ചോദിക്കും.
അറിയില്ല. Omega. What do you mean by monochromatic light? Nanda Swarup. What do you mean by monochromatic? Nandana K. Ramesh. What do you mean by monochromatic light? അറിയില്ല സർ. Nandana TV. Monochromaticity എന്ന് പറഞ്ഞാൽ എന്താ? Nandana TV. വേവ് ലെങ്ത് സ്പ്രെഡ് ചെയ്യുന്നത് 100-നും 1000 ആങ്സ്ട്രത്തിനും ഇടയിലാണ്. അപ്പോൾ ലേസർ ബീം 10 ആങ്സ്ട്രത്തിന് ലെസ് ദാൻ. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ലൈറ്റ് വേവ്സിനും എക്സാക്ട്ലി അപ്രോക്സിമേറ്റ്ലി സെയിം വേവ് ലെങ്ത് ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ഫ്രീക്വൻസി ആയിരിക്കും. കാരണം നമ്മളിവിടെ കണ്ട സെമി കണ്ടക്ടർ ലേസറിന് റെഡ് കളറിലാണ്, ആ ലേസറിന് ഇടയ്ക്ക് എവിടെയെങ്കിലും ബ്ലൂ ഓറഞ്ച് കണ്ടില്ലല്ലോ. സോ സെയിം കളർ, ക്രോമാറ്റിക് എന്ന് പറയുമ്പോൾ കളറാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ മോണോക്രോമാറ്റിസിറ്റി മീൻസ് ഓൾ ദി വേവ്സ് ഓർ ദി ലൈറ്റ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലേസർ, എല്ലാ ലൈറ്റ് വേവ്സും എന്തായിരിക്കും? സെയിം ഫ്രീക്വൻസി ആയിരിക്കും. സോ അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത്. One of the important another property is directionality. What do you mean by directionality? Simple question. Directionality. Abhinav, directionality എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല. പേരിൽ തന്നെ ഉണ്ടോ ഡയറക്ഷനാലിറ്റി? ആശംസ്, എന്താ ഡയറക്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് വൺ ഡയറക്ഷനിലേക്ക് ലേസറിന്റെ ലൈറ്റ്. ലേസറിന്റെ ലൈറ്റ് ഒരു ഡയറക്ഷനിലേക്കല്ലേ മൂവ് ചെയ്യും. ഒരു ബൾബ് കത്തിച്ച് വെച്ചാൽ എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് പ്രൊപ്പഗേഷൻ ഉണ്ടാവും, പക്ഷേ ലേസറിന്റെ ലൈറ്റ് എന്താ? ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ഡയറക്ഷനാലിറ്റി. അത് ലേസറിന്റെ വൺ ഓഫ് ദി എക്സ്ട്രാ ഓർഡിനറി പ്രോപ്പർട്ടീസ് ആണ് ഡയറക്ഷനാലിറ്റി. നെക്സ്റ്റ് വൺ ഈസ് ഇന്റൻസ് ബ്രൈറ്റ്നസ് ഓർ ഇന്റൻസിറ്റി. ഇന്റൻസിറ്റി കൂടുതലാണ്, നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് വൺ ഈസ് തേർഡ് വൺ ഈസ് കൊഹറൻസ്. വാട്ട് യു മീൻ ബൈ കൊഹറൻസ്? കൊഹറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. സോ വാട്ട് യു മീൻ ബൈ കൊഹറൻസ്? കീർത്തന പി, എന്താ കൊഹറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ഫേസും സെയിം വേവ് ലെങ്ത്തും ഉള്ള വേവ്സ്. സെയിം ഫേസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ്, സെയിം വേവ് ലെങ്ത്, അങ്ങനെയുള്ള വേവ്സിനെയാണ് നമ്മൾ കൊഹറന്റ് വേവ്സ് എന്ന് പറയുന്നത്. സോ ഒരു ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ലൈറ്റ് വേവ്സ് എന്തായിരിക്കും? ഇറ്റ് വിൽ ഹാവ് സെയിം ഫേസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഫേസ് ഡിഫറൻസ് ഓർ സെയിം വേവ് ലെങ്ത്. സോ ഇതൊരു മോണോക്രോമാറ്റിസിറ്റിയോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കൊഹറൻസ്. സോ ലേസർ എന്താണ്? നമ്മൾ പഠിച്ചു ലേസറിന്റെ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ഹൗ ലേസർ വർക്ക്സ്. വാട്ട് ഈസ് ദ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ലേസർ? ദാറ്റ് ഈസ് ലൈറ്റ്. സോ പേരിൽ തന്നെ ഉണ്ട്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ലേസർ? ഫുൾ ഫോം ഓഫ് ലേസർ വാസ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വാട്ട് ഈസ് അബ്സോർപ്ഷൻ, വാട്ട് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ. വാട്ട് ഡു യു മീൻ ബൈ അബ്സോർപ്ഷൻ? So absorption means assume that means in a container or a material should have so many numbers of atoms or molecules. അതായത് ഒരു മോളിക്യൂളിൽ ഒരുപാട് ആറ്റംസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 1 മോൾ ഓഫ് ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ വി നോ ദർ ഈസ് 1 മോൾ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എത്ര ആറ്റംസ് ആണ്? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 മോൾ ഓഫ് ഹൈഡ്രജൻ? നിങ്ങൾക്കറിയാം. സോ ഈ ഓരോ ആറ്റത്തിനും അതിൻ്റെതായ എനർജി ഉണ്ടാവും. എവറി ആറ്റം ഹാസ് ഇറ്റ്സ് ഓൺ എനർജി. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സം ബഞ്ച് ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ സം ബഞ്ച് ഓഫ് ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ, എവറി ആറ്റം ഇൻ ദാറ്റ് മെറ്റീരിയൽ ഓർ ഇൻ ദാറ്റ് ഗ്രൂപ്പ് ഷുഡ് ഹാവ് സം എനർജി. ആൻഡ് അക്കോർഡിംഗ് ടു തെർമൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് വെച്ച് പറയാൻ പറ്റും, എവറി ആറ്റംസ് ഈസ് ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. എല്ലാ ആറ്റത്തിൻ്റെയും എനർജി ലോ ആയിരിക്കും. എവറി ആറ്റം ഷുഡ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് or some ground state energy, which is we can say that is E1. And one of the excited energy state is E2. So endana E1 E2 എന്നൊക്കെ പറഞ്ഞാൽ എന്താ? A atom can only possess some quantums of energy.
നമ്മൾ സ്ക്വയറുകൾ പൊട്ടൻഷ്യൽ ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആറ്റം ക്യാൻ ഓൺലി possess സം ക്വാണ്ടംസ് ഓഫ് എനർജി. അതായത് n സ്ക്വയർ h സ്ക്വയർ ബൈ 8ml സ്ക്വയർ എന്ന ഇക്വേഷൻ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സം 2h സ്ക്വയർ ബൈ 8ml സ്ക്വയർ ഓർ 4h സ്ക്വയർ ബൈ 8ml സ്ക്വയർ. ഇതുപോലെ ചില ക്വാണ്ടംസ് ഓഫ് എനർജിയെ എന്ത് ചെയ്യാൻ പറ്റൂ, ഇലക്ട്രോണിനെ പ്രോസസ് ചെയ്യാൻ പറ്റൂ. സോ വാട്ട് യു മീൻ ബൈ ഇലക്ട്രോൺ? സോ ഒരു ആറ്റത്തിന് എനർജി കൊടുക്കുന്ന ആരാണ്? The energy or the energy possessed by an atom is the energy possessed by electron in its conduction or valence band. ഒരു ആറ്റത്തിന്റെ കണ്ടക്ഷൻ ആൻഡ് വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് ആണ് അതിന്റെ എനർജിയെ ഡിഫൈൻ ചെയ്യുന്നത്. സോ അസ്യൂം ദാറ്റ് in a bunch of group, അതായത് നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് എടുത്തു, ഇറ്റ് ഈസ് എ ഗ്യാസ്, അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് എ ഗ്യാസ്, ദെൻ എ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് ഈസ് ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ്. സോ നാച്ചുറൽ ഓഫ് പാർട്ടിക്കിൾസ് ആണ് എന്താണ്, ലോവസ്റ്റ് എനർജി സ്റ്റേറ്റിലായിരിക്കും കൂടുതൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. സോ ഐ എം അസ്യൂമിംഗ് ദാറ്റ് വൺ ആറ്റം ഈസ് ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓർ ലോവർ എനർജി സ്റ്റേറ്റ്. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് വി give energy to this atom? ഈ ആറ്റത്തിന് നമ്മൾ കുറച്ച് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ബൈ സം തെർമൽ എക്സൈറ്റേഷൻ. നമുക്ക് വേണമെങ്കിൽ തെർമൽ എക്സൈറ്റേഷൻ നടത്താം, അല്ലെങ്കിൽ വി ക്യാൻ ഇൻസിഡന്റ് ദിസ് ആറ്റം വിത്ത് സം എനർജി, ലൈറ്റ് റേഡിയേഷൻ വെച്ച് ഇൻസിഡന്റ് ചെയ്യാം. സോ വാട്ട് happens when this atom absorbs energy? When this atom faces energy, what happens? This atom will undergo a transition from this E1 to E2. Assume that a photon അല്ലെങ്കിൽ ഒരു ലൈറ്റ് വേവ് ആണ് ഇൻസിഡന്റ് ചെയ്തെന്ന് വിചാരിക്കുക. Assume that a light wave, a photon with frequency mu incident on this atom. Then what happens? Then this atom will move, or energy transition will takes place from E1 to E2. Only if, എപ്പോൾ മാത്രമാണ്, if E2 minus E1 അല്ലെങ്കിൽ ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് h mu or less than h mu. So ഫോട്ടോൺ കോൺട്രിബ്യൂട്ട് ചെയ്താൽ, ലൈറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത എനർജി ഈ എനർജി ഗ്യാപ്പിനേക്കാൾ വലുതാണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യും? ദിസ് ആറ്റം വിൽ undergo transition from this E1 ground state or lower energy state to a higher energy state or excited state E2, and this process is called absorption. And this is a basic process. ഇതൊരു ബേസിക് പ്രോസസ് ആണ്, എല്ലാ ആറ്റംസിലും നടക്കുന്നതാണ്. It will absorbs energy. വാക്കിലാണ് ഇമ്പോർട്ടൻറ്റ്. It will absorb energy and get undergo, or it will undergo energy transition from a lower ground state or a lower energy state to upper energy excited state, and this process is called absorption. So the basic ആണ്, ഇത് മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ് വൺ, സോ ഓൺ അബ്സോർപ്ഷൻ പറഞ്ഞു നിർത്തുന്നതിന് മുമ്പ് Einstein said that, or the rate of this absorption, or rate of this induced absorption, or induced absorption transmission rate is proportional to total number of atoms per unit volume n1 in the lower energy state at the density of radiation energy rho incident of these atoms. So എത്രത്തോളം ആറ്റംസ് E1 to E2 അല്ലെങ്കിൽ E1 എന്ന ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് E2 എന്ന ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എന്തൊക്കെയാണ്? ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ദിസ് അബ്സോർപ്ഷൻ ഇസ് ഡിറ്റർമൈൻഡ് ബൈ, ദാറ്റ് ഈസ് dn1 by dt. ഒരു സെക്കൻഡിൽ എത്ര ആറ്റംസ് അബ്സോർപ്ഷൻ വഴി E2 എന്ന ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടണം? ദാറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫസ്റ്റ് വൺ റോ. വാട്ട് ഈസ് റോ? റോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് റേഡിയേഷൻ എനർജി. റോ ഈസ് ദ ഡെൻസിറ്റി ഓഫ് റേഡിയേഷൻ എനർജി. അതായത് എത്രത്തോളം ഫോട്ടോൺസ് ആണ് ഇവിടെ ഇൻസിഡന്റ് ചെയ്തു. ദാറ്റ് യു മീൻ ബൈ റോ. ഹൗ മെനി, വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് റേഡിയേഷൻ എനർജി ഓൺ എ ആറ്റം or an electron in a ground state. So energy density energy, ഫോട്ടോണിന്റെ എനർജി കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ കൂടുതൽ മോർ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഈ ഇലക്ട്രോൺ ആറ്റംസിനെ ഇൻസിഡന്റ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും? മോർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ടു E1 to E2. E1 നിന്ന് E2ലേക്ക് കൂടുതൽ ഇലക്ട്രോൺസ് ആറ്റംസ് എന്ത് ചെയ്യും? എനർജി ട്രാൻസ്മിഷൻ നടക്കും. സോ rho d1 by dt is proportional to rho. And next one is n1. What is n1? N1 is the number of, or the number of atoms per unit volume in lower energy state. E1 എന്ന എനർജി സ്റ്റേറ്റിൽ, ലോവർ എനർജി സ്റ്റേറ്റിൽ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം? ഒരു യൂണിറ്റ് വോളിയത്തിൽ E1 എന്ന എനർജിയിൽ എത്ര ആറ്റംസ് ഉണ്ട്? ദാറ്റ് ഈസ് n1. സോ ഇവിടെ എത്ര ആറ്റംസ് ഉണ്ടോ
So this transition rate, so d1 by dt or induced absorption transition rate should be proportional to n1. എത്രത്തോളം atoms ഈ lower energy state ഉണ്ടോ അതിനനുസരിച്ച് E2 എന്ന higher energy state ലേക്ക് transmit ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. So d1 by dt is proportional to rho. First one is density of radiation and second one is number of atoms per unit volume in lower energy state E1, that is n1. Or we can replace this proportionality sign by dn by dt is equal to some b1 rho n1. Then this b1, this constant of proportionality is called Einstein's coefficient of b1 is called Einstein's coefficient of induced absorption. Einstein's coefficient of induced absorption. So this is absorption. Then absorption of property. So just page number 227 induced absorption എന്ന് പറയുന്ന പാർട്ട് ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് ഒരു 2 minutes നേരം ഒന്ന് വായിച്ചു നോക്കുക. Induced absorption. So this is important. You want to know what is absorption, what is spontaneous emission, and stimulated emission. So these are the basic working principle behind a laser. So page number 227, induced absorption. Just read it. So after that, we can discuss about spontaneous emission by, or what do you mean by spontaneous emission? That is the next topic. After that, we will discuss about stimulated emission. So if you have any doubt on absorption and the property or something doubt in English, you can ask now. This is simple. So absorption is a simple process. It is E1 is the ground state or the lower energy state processed by most of the particles or the most of the atoms in a gaseous state, or take some bunch of atoms, then normally most of the atoms will in its ground state or lower energy state. So if you excite or if you give some energy to these atoms, if you thermally excite these atoms, then what happens? This will get energy transmission, or it will transmitted from ground energy E1 to some excited energy level E2, and it is done by incidenting a photon or a bunch of photon with some frequency mu. So if the frequency is mu, then we know that energy of photon with frequency mu is E is equal to h mu. So if this energy difference between these energy levels E2 and E1, that is E2 minus E1 is equal to h mu, then we can say, or E2 minus E1 is less than this h mu. That means if this photon is capable of giving energy in order to transmit from this energy level E1 to E2, then we can say, yeah, induced absorption takes place. Or the frequency of this photon can be calculated as this E2 minus E1 by h mu. So just ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. സോ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. Please let me know. This is induced absorption. So if you have anyone have any doubt, shoot.
Okay, so next one is spontaneous emission. So what do you mean by spontaneous emission? So we already discussed what you mean by absorption or induced absorption. And then absorption, induced absorption നമ്മൾ പഠിച്ചു. That means ഒരുപാട് ആറ്റംസ് ഗ്രൗണ്ട് സ്റ്റേറ്റിലുണ്ട് അല്ലെങ്കിൽ ഒരു ലോവർ എനർജി സ്റ്റേറ്റിലായിരിക്കും എന്ത് ചെയ്യുക, റിലൈ ചെയ്യുക അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുക, അങ്ങനെ വിചാരിച്ചാൽ മതി. സോ നമ്മളൊരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഫോട്ടോൺ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തെർമലി എക്സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനി ഓഫ് വൈസ് ഏതെങ്കിലും ഒരു വഴിയിൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, ദിസ് ആറ്റം വിൽ ഗെറ്റ് ട്രാൻസ്മിറ്റഡ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ എനർജി ഇൻക്രീസ് ചെയ്യും. ബട്ട് സർട്ടൻ എനർജി ലെവൽസ് മാത്രം അതിന് പ്രോസസ് ചെയ്യാൻ പറ്റൂ. സോ വി ആർ സെയിങ് ദാറ്റ് ഇറ്റ് വിൽ undergo energy transmission from this E1 lower energy state to some E2 higher energy state ആയ അല്ലെങ്കിൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയ E2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യപ്പെടുന്നു നമ്മൾ പറയുന്നു. So what happens after that? ഇത് കഴിഞ്ഞെന്ന് സംഭവിക്കുന്നു. That is defined by spontaneous emission. So spontaneous emission means assume that this is an excited atom in excited state. That means this is energy level E1, this is energy level E2. So assume that this is an excited state, energy level E2. അതായത് ഒരു ആറ്റം അബ്സോർപ്ഷൻ നടന്നു, ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. ഇപ്പോൾ E2 എന്ന എനർജി ലെവലാണ് റിസൈഡ് ചെയ്യുന്നത്. സോ assume that atom is in excited state, but this atom cannot stay in this excited state for a long time. അത് ഒരുപാട് സമയത്തേക്ക് ഈ ആറ്റം ഏതാറ്റം ആയിക്കോട്ടെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിലനിർത്തിക്കാൻ പറ്റില്ല. ബിക്കോസ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് that tendency or the nature of any material or atom or molecule in order to come back to lower energy state. So ഏതൊരു നമ്മൾ ഉദാഹരണത്തിന് ഒരു പെന്ന് താഴെ വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? Our pen likes to stay in a lower energy state. So ഏതൊരു പാർട്ടിക്കിളിലെയും ടെൻഡൻസി ആണ് അല്ലെങ്കിൽ ബിഹേവിയർ ആണ് എന്താ, ലോവർ എനർജി സ്റ്റേറ്റിൽ റിസൈഡ് ചെയ്യുക എന്നുള്ളത്. So what happens? So this atom, that means atom which is previously in excited state, after some time interval, ചെറിയൊരു ടൈം ഇന്റർവൽ കഴിയുമ്പോൾ സംഭവിക്കും, it will transmit or it will reduce its energy or it will come back to this lower energy state E1 by transmitting an energy or transmitting radiation with a frequency mu or h mu. And after emission, സംഭവിക്കും, these atoms will come back to ground state. അതായത് ഇനീഷ്യലി ആറ്റം എവിടെയാണോ ഉണ്ടായിരുന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു വരും. എങ്ങനെ? ബൈ ട്രാൻസ്മിറ്റിംഗ്, ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇഫ് ദ ഫ്രീക്വൻസി ഈസ് മ്യൂ, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി മ്യൂ ആണെങ്കിൽ we can definitely say that E2 minus E1 is equal to h mu. So ഒരു ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എനർജി ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആറ്റം സ്വയം എനർജി റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കും, അത് ഒരു എനർജി ട്രാൻസ്മിറ്റ് ചെയ്യും. കാരണം ദിസ് എനർജി അക്കോർഡിംഗ് ടു എനർജി കൺസർവേഷൻ, എനർജി കൺസർവേഡ് ആണ്. സോ ഒരു എക്സൈറ്റഡ് ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് ട്രാൻസ്മിറ്റ് എനർജി ഇൻ സം ഫോം. ഇറ്റ് transmit or it will reduce its energy by transmitting light or photon. It's a frequency mu. So mu എങ്ങനെ കണ്ടുപിടിക്കാം? What is the frequency of light emitted by this atom? By mu is equal to E2 minus E1 by h. So spontaneous emission ഭയങ്കര സിമ്പിൾ ആണ്. If we know what is absorption നടന്നു കഴിയുമ്പോൾ സംഭവിക്കും, this atom is in an excited state, higher energy സ്റ്റേറ്റിലായിരിക്കും. So after some time interval or after some relaxation time t, what happens? ഈ ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ ആറ്റം എന്ത് ചെയ്യും? ഇറ്റ് വിൽ കം ബാക്ക് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. ആൻഡ് ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വന്നതുകൊണ്ട് തന്നെ there will be an energy difference, and that energy is transmitted as radiation or light, and the frequency is mu, which is given by E2 minus E1 by h. And Einstein proposed that the rate of spontaneous emission, that is dN2 by dt, that means N1 is the population in ground state and N2 is the population in this excited state E2. N1 എന്ന് പറയുന്നത് എന്താ? number of atoms in this ground state. E1 എന്ന എനർജി possess ചെയ്യുന്ന what is the number of atoms in a volume, unit volume. N2 എന്ന് പറയുന്നത് എന്താ? ഒരു bunch of atoms എടുത്തു, അതിൽ E2 എന്ന എനർജി possess ചെയ്യുന്ന what is the number of atoms which possessing E2 in unit volume, that is N2. So
the rate of spontaneous emission. So spontaneous emission എന്ന പ്രോസസ് അണ്ടർഗോ ചെയ്യുന്നത് എന്താ? n2 number of particles ആയിരിക്കും സാധ്യത. This n2 number of particles are probable or possible to execute this process of spontaneous emission by, because n2 എന്ന excited state ഉള്ള particles ആണ് എന്ത് ചെയ്യുന്നത്? It will undergo spontaneous emission by emitting this radiation. So the density or the rate of this spontaneous emission is proportional to first one n2. So n2 എത്രത്തോളം atoms excited state n2 e2 എന്ന higher energy state ൽ reside ചെയ്യുന്നുണ്ടോ, so dn2 by dt is proportional to n2, or we can say dn2 by dt is equal to some a2 n2, and this a2 is called Einstein's coefficient of spontaneous emission. This a2 is proportional to Einstein's coefficient of spontaneous emission. Einstein's coefficient of spontaneous emission. So what is a2? a2 is called the Einstein's coefficient of spontaneous emission. So simple ആണ്. Absorption എന്താ? Induced absorption എന്താണെന്ന് പഠിച്ചു, spontaneous emission എന്താണെന്ന് പഠിച്ചു. So simple ആയി പറഞ്ഞു കഴിഞ്ഞാൽ induced absorption എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോവർ എനർജി സ്റ്റേറ്റിൽ ഒരുപാട് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ നമ്മൾ എനർജി കൊടുത്തു, ഫോട്ടോൺ ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ റേഡിയേഷൻ, അതിൽ കുറച്ച് റേഡിയേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഇതിൻ്റെയൊക്കെ എനർജി കൂടും. സോ എല്ലാ എനർജിയും പ്രോസസ് ചെയ്യാൻ പറ്റില്ല. സോ E1 എന്നായിരുന്നു ലോവർ എനർജി സ്റ്റേറ്റ് എങ്കിൽ ഇറ്റ് വിൽ അബ്സോർബ് എനർജി ആൻഡ് റേസ് ആൻ എനർജി സ്റ്റേറ്റ് E2. അതിനാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. And what is spontaneous emission? So ഇങ്ങനെ എനർജി നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് there will be a lot of number of atoms in high energy state. E2 എന്ന എനർജി ഉള്ള ഒരുപാട് ആറ്റംസ് ഉണ്ടാവും ഈ ഒരു എടുക്കുന്ന ഒരു ബഞ്ച് ഓഫ് ആറ്റംസിന് പറയുന്നത്. സോ വാട്ട് ഹാപ്പൻസ്? സോ E2 എന്ന് പറയുന്ന എനർജി സ്റ്റേറ്റിൽ കുറച്ച് സമയം നിൽക്കാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ദ ടൈം ഇന്റർവൽ ഓർ ദ റിലാക്സേഷൻ ടൈം ഈസ് ടു സ്മോൾ. സോ കുറച്ച് കഴിയുമ്പോൾ ദിസ് ആറ്റംസ് will reduce its energy, or it will come back to the ground state E1 by transmitting energy by radiation. തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തന്നെ വരും by transmitting radiation with some frequency mu which is equal to E2 minus E1 by h. കൂടാതെ ഐൻസ്റ്റീൻസ് കോഎഫിഷ്യന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. വാട്ട് യു മീൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ? സോ നമ്മൾ രണ്ട് പ്രോപ്പർട്ടി പഠിച്ചു. ഒന്നാമത്തെ എന്തായിരുന്നു? ഫസ്റ്റ് വൺ വാസ് induced absorption, second one was spontaneous emission, third one is stimulated emission. What do you mean by stimulated emission? So we already said that assume that there is a lot of number of atoms in excited state. E2 in excited state there will be a lot of number of atoms in, assume that there will be a lot of number of atoms in excited state. So after some time what happens? Spontaneous emission happens. In സംഭവിക്കും കുറച്ച് സമയം E2 എന്ന ഹയർ എനർജി സ്റ്റേറ്റിൽ റിസൈഡ് ചെയ്ത ശേഷം this atom will undergo spontaneous emission, and during this spontaneous emission if we incident this with some photon of frequency h mu. So ഈ spontaneous emission നടക്കുന്ന സമയത്ത് നമ്മൾ h mu എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി വെച്ച് ഇതിനെ ഇൻസിഡന്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ we can say that these two photons or this ഓൾറെഡി ഈ ആറ്റം E2 എന്ന എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് E1 എന്ന എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്ത് ഓൾറെഡി h mu എന്ന് പറയുന്ന ഫോട്ടോൺ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓൾറെഡി ദർ ഈസ് എ ഫോട്ടോൺ ഓർ എ റേഡിയേഷൻ. കാരണം എന്താ? ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ലോവർ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഓൾറെഡി ഇറ്റ് ഈസ് producing a photon, already it is transmitting a radiation. പക്ഷെ അതിൻ്റെ കൂടെ if we are incidenting another radiation or another photon with same frequency, what happens? These two photons move with same frequency. രണ്ട് ഫോട്ടോൺസും ഒന്നിച്ച് മൂവ് ചെയ്യും, ആൻഡ് ഇറ്റ് വിൽ ഇൻഡ്യൂസ് അനദർ ആറ്റം. ഇതെന്ത് ചെയ്യും? വേറൊരു ആറ്റം E2 എന്ന എനർജി സ്റ്റേറ്റിൽ നിന്ന് E1 ലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോട്ടോൺ എന്ത് ചെയ്യും? ഇറ്റ് വിൽ അഫക്ട് ദിസ് വൺ, ആൻഡ് അഗെയിൻ ഈ ഒരു എനർജി ട്രാൻസ്മിഷനിൽ നിന്ന് ഉണ്ടാകുന്ന ഫോട്ടോൺ വിത്ത് സം സെയിം ഫ്രീക്വൻസി h mu will form 3 photons together. ഈ മൂന്നെണ്ണം ഒന്നിച്ച് മൂവ് ചെയ്യും. Again ഒരുപാട് ഈ E2 എന്ന എക്സൈറ്റഡ് സ്റ്റേജിൽ there will be a lot of number of atoms. ഒരുപാട് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെങ്കിലും സംഭവിക്കും ഓരോ ട്രാൻസ്മിഷനിലും this h mu which
അല്ലെങ്കിൽ ഓരോ ഫോട്ടോണും കൊളൈഷൻ നടക്കും. ആൻഡ് ഇറ്റ് വിൽ കണ്ടിന്യൂ ആസ് എ ചെയിൻ റിയാക്ഷൻ. ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ സംഭവിക്കും. ഇത് ഓൾറെഡി ഒരു ഫോട്ടോൺ പോകുന്നു, സോ നമ്മളൊരു ഫോട്ടോൺ വെച്ച് ഇൻസിഡന്റ് ചെയ്യുന്നു. സോ ഈ രണ്ട് ഫോട്ടോണും ഒന്നിച്ച് മൂവ് ചെയ്യുന്നു വിത്ത് സെയിം ഫ്രീക്വൻസി. സോ അത് അടുത്ത ഫോട്ടോൺ എന്ത് ചെയ്യും, അഗെയിൻ അടുത്ത ഫോട്ടോൺ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അഗെയിൻ ഇറ്റ് വിൽ അഫക്ട് അനദർ സ്പോണ്ടേനിയസ് എമിഷൻ. സോ a number of photons with same frequency h mu will get out of this material. So നമ്മൾ ഒരു ബഞ്ച് ഓഫ് ആറ്റംസിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഫോട്ടോൺ ആദ്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, അത് തൊട്ടടുത്ത സ്പോണ്ടേനിയസ് എമിഷനിൽ എഫക്ട് ചെയ്തു, സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. ദാറ്റ് ഈസ് ദ വേർഡ് സ്റ്റിമുലേഷൻ. എന്ത് ചെയ്യുന്നു, അടുത്ത ട്രാൻസ്മിഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു. So it will stimulate all these photons. So the number of photons in this material will increase and it will stimulate all other materials. N2 number of atoms ആണ് E2 എന്ന എനർജി സ്റ്റേറ്റിൽ ഉള്ളതെങ്കിൽ അതിലെല്ലാത്തിനെയും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദം വാസ് സ്റ്റിമുലേറ്റഡ് ടു ട്രാൻസ്മിറ്റ് ഫ്രം ദിസ് എനർജി E2 ടു E1. E2 എന്ന എനർജി സ്റ്റേറ്റിൽ നിന്ന് E1ലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ഡൗൺ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും ഡ്യൂ ടു this chain reaction or due to this incidenting a photon. In this case it will stimulate this emission. ഈ എമിഷനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കും. and this is why it is called stimulated emission. so ഈ ഫോട്ടോൺ ഒക്കെ ഒന്നിച്ച് അവസാനം എല്ലാ ഫോട്ടോണും എന്ത് ചെയ്യും, all this photon will get out of this container അല്ലെങ്കിൽ ഈ ഒരു bunch of atoms നിന്ന് all the radiation is propagated and we can say എല്ലാ റേഡിയേഷനും ഫ്രീക്വൻസി സെയിം ആണ്. സോ we can say it is monochromatic or coherent. so ഒരുപാട് number of atoms ഉണ്ട്. so we can say it is highly intense and the direction also will be same. so there will be directionality. so this is how a laser is transmitted from a material. so ഒരു semiconductor laser ആണെങ്കിൽ ഇങ്ങനെയാണ് ഒരു laser beam transmit ചെയ്യപ്പെടുന്നത്. so this is the fundamental working principle behind a laser, which is stimulated emission. സോ ഒന്ന് മനസ്സിലായില്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ നമുക്കറിയാം അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. വാട്ട് ഈസ് സ്പോണ്ടേനിയസ് എമിഷൻ? സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഹയർ എനർജി സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾ ആറ്റം എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് എനർജി സ്വയം റെഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എനർജി E2 എനർജി സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയ E1ലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതിന്റെ എനർജി സ്വയം കുറയ്ക്കും. ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ഈ ഡിഫറൻസ് ഇൻ എനർജി അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ എന്താ, എനർജി എങ്ങോട്ടെങ്കിലും പോകണ്ടേ, കുറഞ്ഞു കഴിഞ്ഞാൽ സ്വയം റെഡ്യൂസ് ചെയ്ത് എനർജി പുറത്തേക്ക് വിടും. അതെന്ന് പറയുന്നത് റേഡിയേഷന്റെ ഫോമിലായിരിക്കും, ഓർ ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺ ഓർ ലൈറ്റിന്റെ ഫോമിലായിരിക്കും. സോ അതിനൊരു ഫ്രീക്വൻസി മ്യൂ ആണെങ്കിൽ അതിന്റെ എനർജി H മ്യൂ ആണെന്ന് പറയാം. സോ ഈ സമയത്ത് ഡ്യൂറിങ് ദിസ് ട്രാൻസ്മിഷൻ നമ്മൾ ഇഫ് വി ഇൻസിഡന്റ് ദിസ് ആറ്റംസ് വിത്ത് സം ഫ്രീക്വൻസീസ്, ഇതേ സമയത്ത് നമ്മളൊരു ഫോട്ടോൺ വിത്ത് സെയിം ഫ്രീക്വൻസി H മ്യൂ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ സംഭവിക്കും, ഈ രണ്ട് ഫോട്ടോൺ ഒന്നിച്ച് മൂവ് ചെയ്ത് ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് അതർ ട്രാൻസ്മിഷൻ. ഇത് N2 അല്ലെങ്കിൽ ഹയർ എനർജി സ്റ്റേറ്റിലെ ബാക്കി ആറ്റംസിനെ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ഇൻഡ്യൂസ് ഓർ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് അതർ ആറ്റംസ് ഇൻ എനർജി സ്റ്റേറ്റ് E2 എന്ന ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ബാക്കി ആറ്റംസിനെയും E1 എന്ന എനർജി സ്റ്റേറ്റിലേക്ക് വരാൻ അല്ലെങ്കിൽ സ്വയം എനർജി റെഡ്യൂസ് ചെയ്ത് അപ്പൊ അങ്ങനെ എല്ലാ ആറ്റംസും ലോട്ട് ഓഫ് നമ്പർ ഓഫ് ആറ്റംസ്, ഒരുപാട് നമ്പർ ഓഫ് ആറ്റംസ്, ലോട്ട് ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് E2 നിന്ന് E1ലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ, എനർജി സ്വയം റെഡ്യൂസ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് റേഡിയേഷൻസ് ഉണ്ടാവും. ഈ റേഡിയേഷന്റെ ഫ്രീക്വൻസി സെയിം ആയിരിക്കും, ഇന്റൻസിറ്റി ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈലി ഡയറക്ഷണൽ ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നൗ എ റേഡിയേഷൻ which is coherent, which is highly intense and highly directional, like highly monochromatic wave is propagating from this material. ഇതിനെയാണ് നമ്മൾ ലേസർ ബീം എന്ന് വിളിക്കുന്നത്. So this is the working principle behind a laser. And ഈ ഒരു കണ്ടീഷൻ നടക്കണമെങ്കിൽ, ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ E2 എന്ന ഹയർ എനർജി സ്റ്റേറ്റിൽ എന്താണ്, ഒരുപാട് നമ്പർ ഓഫ് ആറ്റംസ് വേണം. ഈ E2 എന്ന ഹയർ എനർജി സ്റ്റേറ്റിൽ we should want a lot of number of atoms in this energy state E2. എങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ E2 നിന്ന് E1ലേക്ക് വരാൻ ഏതെങ്കിലും ആറ്റം വേണ്ടേ, എങ്കിൽ മാത്രമേ എനർജി റേഡിയേഷൻ ഉണ്ടാവുള്ളൂ. സോ E2 എന്ന എനർജി സ്റ്റേറ്റിൽ, ഹയർ എനർജി സ്റ്റേറ്റിൽ there will be a lot of number of atoms, or N2, which is population density should be higher in this energy state E2 when compared to E1. So normally അങ്ങനെ ആയിരിക്കില്ല. നോർമലി എന്തായിരിക്കും, നമ്മളൊരു ബഞ്ച് ഓഫ് ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ മോർ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ കൂടുതൽ ആറ്റംസും ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും, ഓർ ഇൻ ലോവർ എനർജി സ്റ്റേറ്റ്. ആൻഡ് സോ ഈ ലേസർ പ്രോസസ് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കണമെങ്കിൽ വി വാണ്ട് ടു
bring all this number of atoms to higher energy state. So normally E1, this is E1, this is E2. So normally ground state more number of atoms. So most of the atoms would be in ground state in a material. So E1 and ground state in E2 and a ground state in the excited state populate. We want to increase the number of atoms in this higher energy state E2. We want to pump. Similarly, we want to pump these atoms from E1 to E2, and that process is called population inversion. So E2 and energy state population inversion E1 and energy state atoms. The number of atoms in E2 become greater than E1 when population inversion happens, and population inversion is the important property or important working behind laser. So laser it should be the material used for laser is population. It will undergo population inversion. Because E2 and higher energy state atoms and matrame in the E1 energy state H mu the frequency light producing. So E2 should be highly populated, and that process is called population inversion. And the mechanism in order to achieve this population inversion is called pumping. Pumping in the ground state in the higher energy state like atoms in a that process is called pumping, and there is a lot of types of pumping. That's optical pumping, electrical pumping, electron beam pumping. The E1 and energy state in the E2 atoms in a that means there is physical movement E1 and E2 wherever Stalangalala. Atoms in thermally excited. The energy E1 and E2 ayamadi. So a concept E1 and E2 atom some material with the energy levels graphical representation. So so what is population inversion? It is the pumping, or it is the mechanism in which the population of the energy E2 or higher energy state is made greater than the lower energy state E1. So this is all about. So what is induced absorption, what is spontaneous emission, what is stimulated emission. So text page number 229 is stimulated emission by Einstein, and Einstein also said that the rate of stimulated emission is dN2 by dt is proportional to first one rho. What is rho? Rho is the density of incident radiation. So this transmission photon bench of photon incident. What is the density of this incident radiation? That is rho. Then N2 this transmission, photon transmission energy transmission number of atoms in higher energy state. That is E2 and energy state കൂടുതൽ atoms ഉണ്ടെങ്കിൽ കൂടുതൽ transmission നടക്കും. So it's dN2 by dt. Rate of stimulated emission is proportional to rho n2, or dN2 by dt is equal to some B2 rho n2, and this B2 is the Einstein coefficient of stimulated emission. Einstein's coefficient of stimulated emission. Einstein coefficient of stimulated emission. So at the class concept try to concept grab just YouTube videos suggest so question what is induced absorption, what is spontaneous emission, what is stimulated emission, what is population inversion, and how we can achieve population inversion. Okay, now attendance order. Attendance. 1, 2, 3, 4 absent. 5, 6,